പ്രത്യേക അതിഥിയാണ്. സംഗീതത്തെ ജീവിതമാക്കിയ ഒരു ബഹുമുഖ പ്രതിഭയാണ്. 5-ാം വയസ്സിൽ സംഗീത പഠനം ആരംഭിച്ച് കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, വെസ്റ്റേൺ ക്ലാസിക്കൽ, റോക്ക് ആൻഡ് പോപ്പ് തുടങ്ങി വൈവിധ്യമാർന്ന സംഗീത ശാഖകളിൽ ആഴത്തിലുള്ള പരിശീലനം നേടിയ ഗായിക, ഐഡിയ സ്റ്റാർ സിംഗർ ആദ്യ സീസണിലെ ഫൈനലിസ്റ്റ്, മലയാളം ഉൾപ്പെടെ 15-ലധികം ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച പിന്നണി ഗായിക, 35-ലധികം സിനിമകളിൽ പാടിയ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ്, ടെലിവിഷൻ അവതാരിക, സംഗീതാധ്യാപിക, കൂടാതെ സോൾ ഓഫ് മ്യൂസിക് എന്ന ഓൺലൈൻ സംഗീത അക്കാദമിയുടെ സ്ഥാപകയുമാണ്. AR റഹ്മാന്റെ മ്യൂസിക്കിൽ നിന്ന് വെസ്റ്റേൺ മ്യൂസിക് ടെക്നോളജിയിലും പഠനം, ബംഗളൂരു കൺസർവേറ്ററിയിൽ നിന്ന് ബാച്ചുലർ ഓഫ് മ്യൂസിക്, ട്രിനിറ്റി കോളേജ് ലണ്ടൻ, ബെർക്ക്ലി കോളേജ് ഓഫ് മ്യൂസിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ, ഇതെല്ലാം ചേർന്ന് സംഗീത ലോകത്തിന് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. അക്കാദമിക് രംഗത്തും ഗോൾഡ് മെഡലിസ്റ്റായി രാധിക സേതുമാധവന് ന്യൂസ് മോർണിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി രാധിക സേതുമാധവ്, ഒരിക്കൽ കൂടി ന്യൂസ് മോർണിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല, 5-ാം വയസ്സിൽ തുടങ്ങിയ സംഗീത ജീവിതം എങ്ങനെയായിരുന്നു? അതിലേക്കുള്ള തുടക്കം അവിടുന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു തുടക്കം? ആരായിരുന്നു സംഗീതത്തിലേക്കുള്ള വഴികാട്ടി? പാട്ട് എന്നും കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. എപ്പോഴും പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് അച്ഛനും അമ്മയും നോട്ടീസ് ചെയ്തു. അങ്ങനെ അവരൊരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടാക്കുകയായിരുന്നു. അങ്ങനെ പാട്ടിൻ്റെ കർണാട്ടിക് സംഗീതമാണ് പഠിച്ചത്. നമ്മളെപ്പോഴും കേൾക്കുന്നത് സിനിമാ പാട്ടുകളാണല്ലോ. സിനിമാ പാട്ടുകൾ കേട്ട് ഏത് പാട്ട് കേട്ടാലും ശ്രദ്ധിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റോട് എപ്പോഴും പാടിക്കൊണ്ടിരുന്നു. എന്നാലും പാട്ട് കാര്യമായിട്ട് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തട്ടിക്കൂട്ടി ക്ലാസ്സിൽ പോകുമ്പോൾ കഷ്ടപ്പെട്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കും. പക്ഷെ പാട്ട് പഠിക്കാനുള്ള പ്രത്യേക താല്പര്യമായിരുന്നു. ശരിക്കും വഴിത്തിരിവായത് ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഫൈനലിലേക്ക് എത്തുമ്പോൾ തന്നെയായിരുന്നു. സ്കൂൾ തലത്തിൽ സ്കൂളിലെല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുമെങ്കിലും ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതോടെ സംഗീതത്തിനെ പറ്റിയുള്ള ഒരു ഔട്ട്ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുകയായിരുന്നു. അതിൽ ഫൈനലിസ്റ്റായി. അന്ന് ഫൈനൽ ടോപ്പ് നമ്പർ 1 ആവാൻ പറ്റാഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി, ഇനിയും പാട്ട് പഠിക്കാനുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പാട്ട് പഠിത്തത്തിലേക്ക് കയറുകയായിരുന്നു. വിശദമായ എൻ്റെ സ്വന്തം ഇൻട്രസ്റ്റിൽ പാട്ട് പഠിച്ചു തുടങ്ങുന്നത് ഡെഫിനറ്റ്ലി ആഫ്റ്റർ ഐഡിയ സ്റ്റാർ സിംഗർ തന്നെയായിരുന്നു. ഓക്കെ, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ, അതായത് മലയാളികൾ ആദ്യമായി ഒരു റിയാലിറ്റി ഷോയുടെ എല്ലാ തരത്തിലുള്ള രസവും അനുഭവിച്ചത് ആ ഒരു പ്രോഗ്രാമിലൂടെ തന്നെയായിരുന്നു. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഈ ഓഡീഷനും കാര്യങ്ങളുമൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ പ്രയത്നിക്കേണ്ടി വന്നിട്ടുണ്ടാകണം. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിച്ചേർന്നത്? സത്യം പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സീസൺ 2006 ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങുന്നത് 2006 അതിലാണ് ഞാൻ വരാൻ എനിക്ക് ഏറ്റവും ഭാഗ്യം ഉണ്ടായതും അത് തന്നെയാണ്. അതിൻ്റെ ഓഡിഷൻ വഴി അതിലേക്ക് എത്തുകയും അതിൻ്റെ ഒരു ക്വാർട്ടർ ഫൈനൽ എക്സ്പീരിയൻസ്, സെമി ഫൈനൽ എക്സ്പീരിയൻസ്, ഓൾ ദിസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എനിക്ക് അങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ മുമ്പിൽ നിന്ന് പാടാനൊക്കെയുള്ള ഒരു അവസരം ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ക്രാക്ക് ആവാതെ സമാധാനമായിട്ട് പാടുക, ആസ്വദിച്ച് പാടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് പഠിച്ചത്. ഏറ്റവും ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് അങ്ങോട്ട് പോപ്പുലർ ആവുന്നത് സെക്കൻഡ് സീസൺ ആയിരുന്നു. അപ്പോൾ ഇതൊരു വീക്കെൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. എന്നാലും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വളരെ വലുതായിരുന്നു. ഞാൻ അന്ന് ബാംഗ്ലൂർ താമസിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഓരോ ഷെഡ്യൂളിനായിട്ട് തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലും വന്ന് ബൾക്കായിട്ട് ഷൂട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോയി പഠിത്തം അവിടെ തുടരുകയായിരുന്നു. അപ്പോൾ ചിത്ര ചേച്ചി, M ജയചന്ദ്രൻ സർ, ടിപ്പു എന്ന അദ്ദേഹം, ഇവർ 3 പേരുമായിരുന്നു അതിൻ്റെ ജഡ്ജസ്. ആൻഡ് സോ മെനി മെൻറ്റേഴ്സ്. ശ്രീ അനൂപ് ശങ്കർ എൻ്റെ മെൻറ്ററായിട്ട് എനിക്ക് ലഭിക്കുന്ന അവിടെയാണ്. അപ്പോൾ ഒരുപാട് ലേണിംഗ് ഉണ്ടായിരുന്നു. ഒരുപാട് മ്യൂസിക്കൽ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഒരു ഫുൾ ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെയുള്ള റിഹേഴ്സൽ, ആ ഒരു അന്തരീക്ഷം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവിടെ വെച്ചായിരുന്നു. അപ്പോൾ സംഗീതമാണ് എൻ്റെ ജീവിതം, ഇതിലൊരു വഴി തിരഞ്ഞെടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല എന്ന് ആദ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് താങ്ക്സ് ടു ദിസ് ഐഡിയ സ്റ്റാർ സിംഗർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒരു ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഫൈനൽ വേദിയിൽ പാടിയ പാട്ട് ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? സ്നേഹിതനെ, റഹ്മാൻ സാറിൻ്റെ സ്നേഹിതനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അതവിടെ പാടിയിരുന്നു. അതിൻ്റെ ഒരു 2 വരി മൂളാമോ? ഓ, തീർച്ചയായിട്ടും. സ്നേഹിതനെ സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ, சின்ன சின்னதாய்
കോരിക്കൈകൾ സെവി കൊട് സ്നേഹിതനേ, ഇതേ അഴുത്തം അഴുത്തം, ഇതേ അணைപ്പ് അணைപ്പ്, வாழ்வினில்லை வரே வேண்டும் வேண்டும், வாழ்வினில்லை வரே வேண்டும் வேண்டுமே, സ്നേഹിതനേ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ. തീർച്ചയായും വളരെ മനോഹരമായ ഒരു ഗാനമാണ്. അതേസമയം ഇപ്പോൾ ലൈവ് സ്റ്റേജ് ഷോയും പാട്ട് റെക്കോർഡിംഗ് ഇത് രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ടൊരു മേഖലയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ ടഫായി തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടമുള്ളത് ഇതിൽ ഏതിനോടായിരിക്കും? ശരിക്കും നമ്മൾ രണ്ട് കണ്ണിൽ ഏതാണ് കൂടുതൽ പ്രഷ്യസ് എന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ട് പറയാൻ ആൻസർ ബുദ്ധിമുട്ടാണല്ലോ ആൻസർ പറയാൻ. അതുപോലെ തന്നെയാണ് എനിക്ക് രണ്ടും വളരെ ഇഷ്ടമാണ്. റെക്കോർഡിങ്ങിലാണ് നമുക്ക് സത്യത്തിൽ ആ ഇമോഷൻ ഏറ്റവും കണക്റ്റ് ചെയ്ത് കൺവേ ചെയ്യാൻ പറ്റുന്നത്. കാരണം വേറെ ആരും അവിടെ ഇല്ലല്ലോ, ഞാനും ഒരു മൈക്കും മാത്രം. നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും, ആ ഇമോഷൻ മൈക്കിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ലൈവ് സ്റ്റേജ് ഷോയിലെ എനർജി വേറെ തന്നെയാണ്. ഇറ്റ്സ് സോ അമേസിങ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് സോ മെനി പീപ്പിൾ. നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ നമ്മളോടൊപ്പം നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും നമ്മളൊപ്പം ആടുകയും പാടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ. എനർജറ്റിക് ഷോസിൻ്റെ ഒരു എനർജി വേറെ, എന്നാൽ ഒരു അൺപ്ലഗ്ഡ് ഒരു ഇൻറ്റിമേറ്റ് കോൺസേർട്ടിൻ്റെ ഒരു എനർജി അത് വേറെ. അപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് മ്യൂസിഷ്യൻസ് ലൈഫ് ഇതെല്ലാം ഒരുമിച്ച് പോകുമ്പോഴാണല്ലോ അത് ഏറ്റവും കളർഫുൾ ആവുന്നതും. സോ ഐ എൻജോയ് എവറിത്തിങ്. അപ്പോൾ ആദ്യമായി ഒരു ലൈവ് സ്റ്റേജ് ഷോ അതെപ്പോഴായിരുന്നു, എവിടെ വെച്ചായിരുന്നു ആദ്യമായി ആ ഒരു ലൈവ് സ്റ്റേജ് ഷോയിൽ പാടിയ പാട്ട്? അതും ഏതായിരുന്നു? ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടുപേരും കൂടെ. ഒരുപാട് ലൈവ് സ്റ്റേജ് ഷോസ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റാർ സിംഗറിന് ശേഷമാണ് എനിക്ക് അങ്ങനെ അവസരങ്ങൾ ലഭിക്കുന്നതും. അപ്പോൾ പാട്ട് പാടിയത് നമ്മളെല്ലാവരും ജാനകിയമ്മ ഫാൻസ് ആണല്ലോ. ജാനകിയമ്മയും ചിത്ര ചേച്ചി അവരുടെ പാട്ടുകൾ കേട്ട് പഠിച്ചു, ലതാജി, ആശാജി. അപ്പോൾ ഞാനിന്ന് ജാനകിയമ്മയുടെ സൂര്യകാന്തി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട് അത് പാടാമെന്ന് വിചാരിക്കുന്നു. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമപൂജാ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ, തേടുവതാരേ ആരേ. ജാനകിയമ്മയുടെ പാട്ടുകൾ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു ഗാനമാണ് സൂര്യകാന്തി. അതേസമയം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 35ഓളം സിനിമകളിൽ പാടിയിട്ടുണ്ട്, 15ഓളം ഭാഷകളിലും. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ആദ്യത്തെ സിനിമാ ഗാനം അത് ഏതായിരുന്നു? എങ്ങനെയായിരുന്നു അനുഭവം? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്കൂളിലെ മ്യൂസിക് ടീച്ചർ വഴി ഒരു ഭക്തിഗാനത്തിൻ്റെ കാസറ്റിലാണ് ആദ്യം പാടാൻ പറ്റിയത്. ഇറ്റ് വാസ് അമേസിങ്. നമ്മളൊരു സ്റ്റുഡിയോ ആദ്യമായിട്ട് കാണുന്നു, പാടുന്നു. അതിനുശേഷം ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ചെയ്തു, BSc ഇൻ ബയോടെക് ഇൻ ജെനറ്റിക്സ് ബാംഗ്ലൂർ. അതിനുശേഷം ഞാൻ AR റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് കോളേജ് ചെന്നൈയിൽ അവിടെ പോയിട്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നത് ബാംഗ്ലൂരായിരുന്നു കുറേ നാൾ. അപ്പോൾ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ കുറേ കന്നഡ സിനിമകൾ വന്നിട്ടുണ്ട്. കന്നഡയുടെ റിലേറ്റഡ് ഭാഷകൾ, കൊങ്കണി, തുളു എല്ലാം അതിലൊക്കെ ഓരോ സിനിമ പാട്ടുകൾ പാടാനായിട്ട് അവസരങ്ങൾ വന്നു. ചെന്നൈയിലെ ഈസ്റ്റിൻറ്റിലായിരുന്നപ്പോൾ കുറേ തമിഴ് ഫിലിംസിൽ പാടാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് റിലേറ്റഡ് ആയിട്ട് തെലുഗുവിൽ പാടാൻ പറ്റി. അപ്പോൾ പപ്പു എന്ന് പറഞ്ഞൊരു തെലുഗു സിനിമ എനിക്കിപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ്ലി ഓർമ്മ വരുന്നു. അവിടെ മെല്ലഗ എന്ന് പറഞ്ഞൊരു ഗാനം വിത്ത് ദ ഗ്രേറ്റ് ശ്രീനിവാസ് സർ പാടാൻ പറ്റി. കുറേ നാൾ കഴിഞ്ഞാണ് ഞാൻ പിന്നെ തിരിച്ച് കൊച്ചിയിലേക്ക്, ഇങ്ങനെ വിവാഹത്തിന് ശേഷം കൊച്ചിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത് പിന്നെയാണ് എനിക്ക് മലയാളം സിനിമകളിൽ ഒരുപാട് പാടാൻ അവസരം ലഭിച്ചത്. എല്ലാ ലീഡിങ് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും എനിക്ക് പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്.
ലാസ്റ്റ് പാടിയത് ഗോദ എന്ന് പറയുന്ന സിനിമയിൽ ക്യാപ്റ്റൻസ് ഓണർ എന്ന പാട്ടാണ് പാടാൻ പറ്റിയത്. അതൊന്ന് രണ്ടുപേരും മൂളാൻ പറ്റുമോ? അതൊരു തീം മ്യൂസിക് ആണ്. ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ആ താ അതിൻ്റെ തീമിന് സൂട്ടബിൾ ആയിട്ട് ശ്രീ രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു പ്രത്യേക ഇമോഷണൽ സീനിൽ വരുന്ന ഒരു തീമായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഷാൻ റഹ്മാൻ സർ എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം തരുകയായിരുന്നു. അതൊരു ഹിന്ദുസ്ഥാനി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് യു ജസ്റ്റ് ഗോ ഓൾ ഔട്ട് എന്ന് പറഞ്ഞ് ഞാൻ അതിനുള്ള ഒരു മൂഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പാടുകയായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, തീർച്ചയായും. അതേസമയം KS ചിത്ര, സോനു നിഗം, ശങ്കർ മഹാദേവൻ ഇങ്ങനെയുള്ള വലിയൊരു പ്രതിഭകൾ ആ ഒരു നിര തന്നെയുണ്ട്. അവരോടൊപ്പം വേദി പങ്കിടാൻ കിട്ടിയ ഒരു അവസരം അത് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ആദ്യമായി അവരോടൊപ്പം സ്റ്റേജിലേക്ക് പെർഫോമൻസിനായി കയറുമ്പോൾ ഭയമായിരുന്നു അതോ സന്തോഷമായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവങ്ങളൊക്കെ? എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ഉള്ള വികാരം എന്ന് പറഞ്ഞാൽ അഡ്മിറേഷനാണ്. ലൈക്ക് ജസ്റ്റ് ബ്ലൈൻഡ് അഡ്മിറേഷൻ. ഇവരെ എങ്ങനെ പാടുന്നു. കാരണം സ്റ്റാർ സിംഗറിൻ്റെ വേദിയിൽ ചിത്രചേച്ചി പാടുന്നത് കേട്ടിട്ട് ഞാനിങ്ങനെ രോമൊക്കെ എണീറ്റ് നിന്ന് ഐ വാസ് ജസ്റ്റ് മൈൻഡ് ബ്ലോൺ. അപ്പോൾ അന്ന് എനിക്ക് ഒരു ഭയങ്കര ഉണ്ടായൊരു തിരിച്ചറിവ്, ഇവരെ പോലെ കംഫർട്ടബിളായിട്ട് കാമായിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും ആ ഒരു ലെവലിൽ പാടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായത്. ഏറ്റവും വലിയ ഭാഗ്യമാണ് ശരത് സാറിൻ്റെ കൂടെയും MJ സാറിൻ്റെ കൂടെയൊക്കെ നിൽക്കാൻ, അവരുടെ മുമ്പിൽ പാടുമ്പോഴും. ശങ്കർ മഹാദേവൻ സാർ അദ്ദേഹം വളരെ കൂളായിട്ടാണ് പാടുന്നത്. എന്നാൽ എല്ലാവരും ആറ്റ് ഹിസ് ഫിംഗർ ടിപ്സാണ് പാടുമ്പോഴും അദ്ദേഹം എല്ലാവരെ കൊണ്ടും ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുമ്പോഴും. അപ്പം ഞാൻ എല്ലാവരിൽ നിന്നും കണ്ട് പഠിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവരുടെ കൂടെ നിന്ന് ഒരു വരിയെങ്കിലും പാടാൻ പറ്റണമെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ കണ്ടു പഠിച്ചതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനമായിരുന്നു സോൾ ഓഫ് മ്യൂസിക് എന്ന സ്വന്തമായൊരു സംഗീത അക്കാദമി. അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു വഴിത്തിരിവ് എങ്ങനെയായിരുന്നു? എനിക്ക് ശരിക്കും മ്യൂസിക് മാത്രം എടുത്ത് ഡീപ്പായിട്ട് പഠിക്കണം എന്നൊരു വളരെ തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ മെനി സോഷ്യൽ ടബൂസ് ഉള്ള കാരണം മ്യൂസിക് ആസ് എ കരിയർ അന്നുമില്ല ഇന്നുമില്ല ഒരു ഉറപ്പായിട്ടുള്ള ഒരു കരിയർ പാത്ത് അല്ലായിരുന്നു. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ള പല ജോണേഴ്സ് ഓഫ് മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക് എനിക്കെല്ലാം ഇഷ്ടം. വെസ്റ്റേൺ, ഹിന്ദുസ്ഥാനി, കർണാട്ടിക് ആൻഡ് ഈ പുറത്ത് നമ്മുടെ രാജ്യത്തിന് പുറത്ത് എന്തൊക്കെ ശൈലികൾ പാട്ടിലുണ്ടോ എന്ന് അറിയാനും കൂടെ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ ഇതിൽ. അപ്പോൾ ഞാൻ അങ്ങനെ വേറൊരു കാര്യം, കർണാട്ടിക് മ്യൂസിക് പഠനം എനിക്കൊരു വിരസമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരേ കാര്യം ഇങ്ങനെ ഇരുന്ന് വളരെ സ്ട്രിക്റ്റ് റെജീം ആണെങ്കിലും ആസ് എ ചൈൽഡ് വെൻ ഐ വാസ് ലേണിംഗ് അത് കുറച്ച് പഠിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതെല്ലാ എലമെൻസും കമ്പൈൻ ചെയ്തിട്ട് ഞാൻ തന്നെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊരു ഇങ്ങനെ ഒരു തോന്നലുണ്ടായി ദാറ്റ് വൈ ഡോണ്ട് വി എക്സ്പാൻഡ് ദിസ് ആൻഡ് മേക്ക് ദിസ് ഇൻ ടു വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ ഹോൾ വൈഡ് വേൾഡ്. ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും ധൈര്യത്തോടെ മ്യൂസിക് എടുത്ത് പഠിച്ച് അതിലൊരു കരിയർ, കംഫർട്ടബിളി ഏർണിംഗ് കരിയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്ഥലം അതുണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. 15 വർഷമായി സോൾ ഓഫ് മ്യൂസിക് റൺ ചെയ്യുന്നു. ഫ്രം സിംഗിൾ ക്ലാസ് ഇൻ എ റൂം ഇൻ മൈ ഹൗസ് ഞങ്ങൾ ഇന്ന് വളരെ വലിയൊരു അക്കാഡമി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ദൈവം അനുഗ്രഹിച്ചുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഫാക്കൾട്ടിയും ടെക് ടീമും ലീഗൽ ടീമും ഒക്കെ ഉള്ള ഒരു അക്കാഡമിയാണ് സോൾ ഓഫ് മ്യൂസിക്. ഇന്ന് വി ആർ ഓൾമോസ്റ്റ് 99% ഫുള്ളി ഓൺലൈൻ. ഒരുപാട് ഗ്ലോബലി ഒരുപാട് സ്റ്റുഡൻസ് അക്രോസ് ദ ഗ്ലോബ് പഠിപ്പിക്കുന്നു, പല ടീച്ചേഴ്സും പഠിപ്പിക്കുന്നു. 18 വോക്കൽ മ്യൂസിക് ജോണേഴ്സ് ഫ്രം കർണാട്ടിക് ടു ഹിന്ദുസ്ഥാനി ടു കൊറിയൻ പോപ്പ് ടു രവീന്ദ്ര സംഗീതം ടു വെസ്റ്റേൺ റോക്ക് ആൻഡ് പോപ്പ്, വെസ്റ്റേൺ ക്ലാസിക്കൽ, ഭജൻസ്, ഡിവോഷണൽ സോങ്സ്, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ് എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. വി ഫങ്ഷൻ അറ്റ് soulofmusic.co.in. ഓക്കെ, അപ്പോൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ഓൺലൈൻ ക്ലാസ്, നേരിട്ടുള്ള പഠനമാണ് ഇപ്പോഴും പലർക്കും അറിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ സംഗീതം
കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അതത്ര ഈസി ആയിട്ടൊരു കാര്യമാണോ? അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഇത് ഫോഴ്സ്ഫുള്ളി നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു തുടങ്ങേണ്ടി വന്നത് 2020 കൊറോണ വന്നപ്പോൾ വി വർ ഓൾ ഫോഴ്സ്ഡ് ഇൻ ടു ഇറ്റ്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ ഒരു വേൾഡ് ഓഫ് പോസിബിലിറ്റീസ് കാണാൻ പറ്റി. ഇവിടെ ഇപ്പോൾ ലൈവ് ക്ലാസ് വയ്ക്കുകയാണെങ്കിലും എല്ലാവരും ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വരണത്, ബ്ലെയിമിങ് ഇറ്റ് ഓൺ ട്രാഫിക്. ഇവിടെ ആ ഒരു എക്സ്ക്യൂസിന് ഒരു വഴി പോലും തുറന്നു കിട്ടുന്നില്ല. ഞങ്ങൾക്ക് പാട്ട് പഠിക്കാൻ ശരിക്കും ആഗ്രഹമുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എവിടെയാണെങ്കിലും ലോകത്ത് ഞങ്ങൾക്ക് അവരെ നേരിട്ട് പഠിപ്പിക്കാൻ പറ്റും. ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയത് കാരണം ഞങ്ങൾക്ക് ഒരു കുറവും തോന്നിയിട്ടില്ല. ഇൻഫാക്ട് കറക്റ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് എല്ലാവരെയും വിശദമായിട്ട് ഓൺലൈൻ മീഡിയത്തിലൂടെ പഠിപ്പിക്കാനേ പറ്റിയിട്ടുള്ളൂ. അതിൽ ഒരു ആസ്പെക്റ്റിലും പുറകോട്ട് പോയിട്ടില്ല. ഇൻഫാക്ട് കരോക്കെ വെച്ചുള്ള ട്രെയിനിങ് ആണെങ്കിലും താളം വെച്ചുള്ള ട്രെയിനിങ് ആണെങ്കിലും എല്ലാ ടെക്നോളജി ആക്സസിബിൾ ആയതുകൊണ്ട് ജസ്റ്റ് ആസ് ഇഫക്റ്റീവ് ഇഫ് നോട്ട് മോർ ആയിട്ടേ ഓൺലൈൻ ക്ലാസ്സുകളെയും ഓൺലൈൻ മീഡിയത്തിനെയും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഗ്രൂപ്പ് സെഷൻസും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, തീർച്ചയായും ഒരു സംഗീതജ്ഞയാണ്. അതേസമയം നമുക്ക് ഉള്ളിലൊരു അഡ്മിറേഷൻ തോന്നിയ ഒരു വ്യക്തിത്വം ഉണ്ടാവും ഈ സംഗീതത്തിൽ. അതൊരു മ്യൂസിക് ഡയറക്ടർ ആകാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗായകനോ ഗായികയോ ഒക്കെ ആകാം. അപ്പോൾ അതിൽ ആരെയായിരിക്കും? മലയാളത്തിൽ തന്നെ നിരവധി പ്രതിഭകളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു എക്സാമ്പിളായി കണ്ടതും അല്ലെങ്കിൽ ഒരു ഗുരുവായി മനസ്സിൽ സങ്കല്പിച്ച ഒരു സംഗീതജ്ഞ ആരായിരിക്കും? സംഗീതജ്ഞൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദാസേട്ടനാണ്. നമ്മുടെ മനസ്സിൽ എന്നും ഒരു ഗുരുസ്ഥാനം ദാസേട്ടനെ എനിക്ക് 1-2 വട്ടം കാണാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ കൊണ്ടുപോയി മീറ്റ് ചെയ്യിച്ചിട്ടുണ്ട്, ഞാൻ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ട്. ദാസേട്ടൻ്റെ മകൻ വിജയേട്ടൻ എൻ്റെ ഒരു ക്ലോസ്, എൻ്റെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. വിജയേട്ടൻ്റെ മക്കൾ എൻ്റെ അടുത്ത് പഠിക്കുന്നുമുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ദാസേട്ടനെ പോലെ പാടാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഓഫ് ദി എഫേർട്ട് ദാറ്റ് ഹി ഹാസ് പുട്ട് ഇൻ. അദ്ദേഹം അത്രയധികം വർഷങ്ങൾ അദ്ദേഹം പരിശ്രമിച്ചത് കൊണ്ടാണ് ദാസേട്ടൻ അതുപോലെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നത്. സംഗീതജ്ഞ തീർച്ചയായിട്ടും ചിത്രചേച്ചി, സുജാത ചേച്ചി, ഇവർ രണ്ടുപേരും അവരൊരു സെറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ദർ മ്യൂച്വൽ അഡ്മിറേഷൻ ഫോർ ഈച്ച് അതർ, അത് ഞാൻ ഒരുപാട് ആരാധിക്കുന്നു. അവർ രണ്ടുപേരും അവരുടേതായ സ്വന്തമായ ഒരു നീഷ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. അവർക്ക് മുമ്പുള്ള ജനറേഷനിലെ ഓരോ പാട്ടുകാരെയും ഞാൻ എല്ലാവരെയും വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ജാനകിയമ്മ, സുശീലമ്മ, മാധുര്യമ്മ, ശ്രീ പി ലീല, എവ്രിബഡി ഈസ് എ റോൾ മോഡൽ ഫോർ മീ സത്യത്തിൽ. തീർച്ചയായും. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞൊരു പേര് ഡോക്ടർ KG യേശുദാസിൻ്റെയാണ്. അപ്പോൾ ദാസേട്ടൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ഗാനമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2 വരി കൂടി. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു കരളിൽ വിരിഞ്ഞ പൂക്കൾ. വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു. അതേസമയം ഇപ്പോൾ സംഗീതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുട്ടികൾ നിരവധിയാണ്. ഇപ്പോൾ സംഗീത അധ്യാപക കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾക്കൊരു പറയാനുള്ളത്? അതായത് ഡോക്ടറും എഞ്ചിനീയറും മാത്രമല്ല, സംഗീതം അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആഗ്രഹിക്കുന്ന നിരവധി കലാവാസനയുള്ള നിരവധി കുഞ്ഞുങ്ങളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ധൈര്യമായിട്ട് അതിലേക്ക് ഇറങ്ങുക. എനിക്ക് ട്വിൻസാണ് ഉള്ളത്, മക്കൾ. അവർ 9 വയസ്സാവാറായി, ഗേൾസാണ്. അതിൽ ഒരാൾക്ക് ഓൾറെഡി സംഗീതജ്ഞയാവണം, പാട്ടുകാരിയാവണം, മറ്റേ ആൾക്ക് ആർട്ടിസ്റ്റ് ആവണം എന്നാണ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രത്തോളം അവരതിൽ പെർസ്യൂ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ദെൻ ഐ വാസ് സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. അപ്പോൾ ആര് പാട്ടെടുത്ത് പഠിച്ച് അതിലൊരു ജീവിതമാർഗം ഉണ്ടാക്കണമെന്ന് പറയുകയാണെങ്കിലും ഞാനാണ് ഏറ്റവും സന്തോഷിക്കുന്നത് അത് കേട്ടിട്ട്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി റൂട്ട്. സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരു എൻജിനീയറുടെ ജോലിയോ ഒരു ഡോക്ടറുടെ ജോലിയോ ചെയ്യുന്ന ഒരാളെക്കാട്ടിലും ഒരു 10 ഇരട്ടി നമുക്ക് അധ്വാനം കൂടുതലായിരിക്കും. ബിക്കോസ് വഴി വെട്ടിത്തെളിച്ച് നമ്മൾ വഴി ഉണ്ടാക്കിയിട്ട് വേണം ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അതൊരു
മോർ ഒരു വർത്ത് വൈൽ ഫീലിംഗ് ആയിരിക്കും, ജീവിച്ചതുപോലെ തന്നെ തോന്നും എന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ യുവർ ലൈഫ് വിൽ ബി വർത്ത് ലിവിങ് ആൻഡ് വർത്ത് റിമെമ്പറിങ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. തീർച്ചയായും. അതേപോലെ ഇപ്പോൾ പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഒരു ടെലിവിഷൻ അവതാരക കൂടിയായിരുന്നു, അതേസമയം സംഗീതജ്ഞയും. ഇതെങ്ങനെയായിരുന്നു ഇത് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഒരു അവതാരികയിലേക്ക് എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? എങ്ങനെയോ യാദൃശ്ചികമായിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. ഇൻഫാക്ട് അല്ല, യാദൃശ്ചികമല്ല, ഞാനൊരു 11 മലയാളം ചാനലുകളിൽ അവതാരികയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പോയിട്ട് പറയുകയായിരുന്നു, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് എ പ്രസൻസ് ഓൺ ടെലിവിഷൻ. അപ്പോൾ എന്ത് അവസരങ്ങൾ വന്നാലും വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ അവസരങ്ങൾ വന്നു. അപ്പോൾ ഒന്നും ഞാൻ നിരസിച്ചില്ല, എല്ലാം എടുത്തു. അതെനിക്കൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പി ജയചന്ദ്രൻ സാറിനെ വളരെ വിശദമായിട്ട് കുറേ എപ്പിസോഡുകൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് എടുക്കാനും അതിനുള്ള ഭാഗ്യമാണ് എനിക്കിപ്പോൾ ഏറ്റവും ഓർമ്മ വരുന്നത്. ഒരുപാട് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ദ രാധിക ടോക്ക് ഷോ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ആരംഭിക്കുകയും ചെയ്തു. ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന്, എനിക്ക് സത്യം ഞാൻ വെരി ക്യൂറിയസ്, പല കാര്യങ്ങളും എനിക്ക് അവരുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പഠിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന കാര്യമാണ് ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. പരിപാടി അവതരിപ്പിക്കുന്നത് ഒരു നാച്ചുറലി ദൈവം തന്ന ഗിഫ്റ്റായിട്ട്, യു മസ്റ്റ് ബി നോയിങ് വെരി വെൽ ഹൗ നൈസ് ഇറ്റ് ഈസ് ടു ടോക്ക് ടു എവറിബഡി ആൻഡ് പ്രസൻറ്റ് എ പ്രോഗ്രാം വെരി വെൽ. അപ്പോൾ അതൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കെപ്പോഴും. തീർച്ചയായും. അപ്പോൾ ഇതിലൊക്കെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, സൂചിപ്പിച്ച പോലെ തന്നെ പി ജയചന്ദ്രൻ അതായത് മലയാള സിനിമാ ലോകത്ത് ഗാനങ്ങൾ കൊണ്ടൊരു മാസ്മരികത സൃഷ്ടിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള അനുഭവം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഏറെ പ്രിയപ്പെട്ട ഒന്നെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഏതായിരുന്നു ഏറ്റവും കൂടുതൽ? വലിയൊരു അനുഭവം തന്നെയാണ് അദ്ദേഹവുമായുള്ളൊരു ആത്മബന്ധം. അതെങ്ങനെയായിരുന്നു? ഒരു സ്വന്തം ആരൊക്കെയോ ആയിരുന്നു, സ്വന്തമായിട്ടുള്ള ഒരാളായിരുന്നു ജയേട്ടൻ. ജയേട്ടൻ എന്ന് വിളിക്കണതാണ് ഇഷ്ടം. പ്രായത്തിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഹീ ലൈക്സ് ടു തിങ്ക് ഓഫ് ഹിംസെൽഫ് ആസ് വെരി യങ്, അങ്ങനെയായിരുന്നു എപ്പോഴും. അപ്പോൾ ജയേട്ടൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അടുക്കാൻ പറ്റി. എനിക്ക് ഒരുപാട് സ്റ്റേജുകളിൽ, എസ്പെഷ്യലി ഡിവോഷണൽ പാട്ടുകൾ പാടുന്ന സ്റ്റേജുകളിൽ അവസരമൊക്കെ തന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പാടാനും ഒക്കെ വിളിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കണമെന്ന് അറിയണതുകൊണ്ട് ഓരോരോ രാഗങ്ങളെ പറ്റി എന്നോട് ചോദിക്കും. സത്യത്തിൽ എനിക്കൊന്നും അറിയണ്ടാവില്ല, എന്നിട്ട് അവസാനം ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു തരും. ഏറ്റവും അധികം സ്വരമാധുര്യമുള്ള ഒരു ശബ്ദം, വെറുതെ അല്ലല്ലോ ഭാവഗായകൻ എന്ന് വിളിക്കുന്നത്, അത്രയും ഒരു എക്സ്പ്രസീവ് ആൻഡ് ഇമോട്ടീവായ ഒരു ശബ്ദത്തിനുടമ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. എനിക്ക് വേദനയുള്ള ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് അദ്ദേഹം മരിക്കുന്നത് ഒരു ദിവസം. അപ്പോൾ എന്നൊരു വല്ലാത്തൊരു ടൈറ്റ് ഇമോഷണൽ ഫീലിംഗ് ആണ് ജയേട്ടനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഉള്ളത്. ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് കാണാൻ പറ്റിയില്ല അസുഖമുള്ള സമയത്ത്, എന്നാലും ഇവർ ഓൾവേസ് ഇൻ ടച്ച്. അതെ, വളരെ വേദനാജനകമായൊരു കാര്യമാണ് സ്വന്തം ബർത്ത്ഡേയുടെ അന്ന് അത്രയും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മരണവാർത്ത കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പി ജയചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം അതേതായിരിക്കും? എന്നാൽ അതിൻ്റെ ഒരു 2 വരി മൂളാമോ? മല്ലികാമാണൻ തൻ്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു, മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന, മദകരമാമൊരു വേദന, മല്ലികാമാണൻ തൻ്റെ വില്ലെടുത്തു. വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു. ശ്രീമതി രാധിക സേതുമാധവൻ, ഒത്തിരി നന്ദി ന്യൂസ് മോർണിംഗിൽ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഒത്തിരി നല്ല ഗാനങ്ങളും ഒത്തിരി നല്ല അനുഭവങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ജയ് ഹിന്ദ്.